വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ ഈ വിഷയം താങ്കൾ ഉൾപ്പെടെ വിശദമായി ഇവിടെ തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം ഊർജിതമായിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. സത്യത്തിൽ പുറത്തുള്ള സോനം വാങ്ചുക്കിനേക്കാൾ പ്രശ്നമാവില്ലേ സോനം വാങ്ചുക്ക് എന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ജയിലിനുള്ളിലാക്കുന്നത്? കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്ക് തന്നെ അതിനെക്കുറിച്ചുള്ള സൂചന നൽകിയതാണ്. അകത്താക്കുന്ന സോനം വാങ്ചുക്ക്, അറസ്റ്റ് ചെയ്ത് അകത്താകുന്ന സോനം വാങ്ചുക്കും പുറത്ത് സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്ന പ്രക്ഷോഭങ്ങളും ചർച്ചകളും ഒക്കെയായി വിഹരിക്കുന്ന സോനം വാങ്ചുക്കും ഒരുപോലെ തന്നെ അപകടകാരിയാണ് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ വായിൽ നിന്നും ഇന്നലെ വീണ വാക്കുകൾ അത് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇതാ ഒരു ജനകീയ പ്രക്ഷോഭം എന്ന് പറയാനാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു പരിധിവരെ ഈ ജൻസി പ്രക്ഷോഭം എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ അവിടെ ഒരു പ്രക്ഷോഭമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ട്. അതിനെ പൊളിറ്റിക്കലി ഇൻസ്പയർ ചെയ്യാനായി പൊളിറ്റിക്കൽ ഫോഴ്സസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും വാസ്തവമാണ്. പക്ഷെ ആ അതൃപ്തി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ മേഖലയാണ് ലഡാക്ക് എന്നതുകൂടി ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലേ മേഖലയിലാണ് പ്രക്ഷോഭത്തിന്റെ സ്ഥിരാകേന്ദ്രം. അത് പരിശോധിക്കുമ്പോൾ അവിടെ ഉള്ള എന്ത് ചെറിയ മാറ്റങ്ങളും ഒരുപക്ഷെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ആ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ 3 ലക്ഷത്തോളം വരുന്ന ലഡാക്കിലെ ജനത അതിലൂടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ലോകമാധ്യമങ്ങൾ അതിനെ എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്, അയൽ രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപനം എന്തായിരിക്കും, ഈ ജൻസി പ്രക്ഷോഭകാരികൾ മറ്റു പല ഇടങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ടോ, ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേകമായ ഇന്ത്യ വിരുദ്ധരായ ശക്തികൾ, ഇന്ത്യക്ക് പുറത്തു നിന്നോ അകത്തു നിന്നോ ഉള്ള ഇന്ത്യ വിരുദ്ധരായ ശക്തികൾ ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വാങ്ചുക്കിന്റെ അറസ്റ്റ് ഒരുപക്ഷെ പ്രക്ഷോഭം തണുപ്പിക്കാൻ ഉതകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അന്വേഷണം നടക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അതോ അദ്ദേഹം വളരെ ജൈവികമായ ഒരു രീതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് തൊഴിൽ ആവശ്യം, വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ, പാർശ്വവൽക്കരണം ഒക്കെ നടക്കുന്നുവെന്ന് ലഡാക്കിലെ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും വിശ്വസിക്കുന്നു. അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ടേക്കിംഗ് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ് എന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇന്നലെ സോനം വാങ്ചുക്കിന്റെ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു പ്രതികരണം തന്നെ ഒരു സ്പേസ് ഗോട്ട് ആക്കുകയാണ്, തൻ്റെ മേൽ എല്ലാ കുറ്റവും ചുമത്തി ഒരു ബലിയാടാക്കുന്നു എന്നൊരു പരാമർശമാണ് സോനം വാങ്ചുക്ക് നടത്തിയത്. പക്ഷേ കേന്ദ്രം ഇപ്പോഴും പറയുന്നത് ഈ സംഘർഷത്തിന് പിന്നാലെ നിരാഹാരം അവസാനിപ്പിക്കുന്നു, അങ്ങനെ സംശയാസ്പദമായിരുന്നു എല്ലാ കാര്യത്തിലുമുള്ള സോനത്തിന്റെ ഇടപെടൽ എന്നാണ്. ഇങ്ങനെ നമ്മളൊക്കെ സിനിമയിലെ നായകനെ പോലെ കണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇങ്ങനൊരു പ്രതിനായക വേഷത്തിലേക്ക് സർക്കാർ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഒക്ടോബർ 6-നാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് തീർന്നു എന്ന് വിചാരിക്കുന്ന ഈ സംഘർഷം അത് തുടരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്? ആമിർ ഖാൻ മൂവിയായ 3 ഇഡിയറ്റ്സിലെ പ്രധാന കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഭാവങ്ങളാണ് വാങ്ചുക്കിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രക്ഷോഭം തുടങ്ങുന്നു, അല്ല എങ്കിൽ ആ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു നിരാഹാര സമരം ലീഡ് ചെയ്യുന്നു. പെട്ടെന്ന് മധ്യത്തിൽ വെച്ച് ആ നിരാഹാര സമരം ഒരു വയലന്റ് ടേൺ എടുക്കുകയാണ്. BJP ഓഫീസ് ആക്രമിക്കുന്നു, വലിയ രീതിയിലുള്ള പബ്ലിക് പ്രോപ്പർട്ടിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. ഇത് സംഭവിക്കുന്നതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം വലിയ തോതിൽ സോനം വാങ്ചുക്കിന് തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഒരു പ്രക്ഷോഭത്തെ ഒരു കരക്കടുപ്പിക്കാൻ സാധിക്കുന്നില്ല. ഗവൺമെന്റുമായി ഇന്നത്തെ ദിവസം ഒരു ചർച്ച, അനൗപചാരികമെങ്കിലും ഒരു ചർച്ച ഉണ്ടാവേണ്ടതാണ്. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് തന്നെ സജസ്റ്റ് ചെയ്ത ഒക്ടോബർ 6-ാം തീയതി മറ്റൊരു വിശാലമായ അർത്ഥത്തിൽ ചർച്ച നടക്കേണ്ടതാണ്. ഒരുപക്ഷെ നിരാഹാരം കിടക്കുന്ന ആളുകൾക്ക് അതുവരെ ആ നിരാഹാരം തുടരാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം അതിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഒരു ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുന്നതിന് പകരം നിയമം കയ്യിലെടുക്കുന്ന രീതിയിൽ ആ പ്രദേശം ആകെ വലിയ കലാപകലുഷിതമാകുന്ന രീതിയിൽ അയൽ പ്രദേശങ്ങൾ നീങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ചൈനയോട് അതിർത്തി ഉള്ള ആ ഒരു പ്രദേശം, കേന്ദ്രഭരണ പ്രദേശം നീങ്ങുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നടപടികളിലേക്ക് കടക്കാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് സോനം വാങ്ചുക്കിന് ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കുള്ള റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ഈ പ്രക്ഷോഭം ഒരു പരിധിയിൽ തന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. അതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തി നിർത്തണം. താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ ചർച്ചയിലൂടെ, ഇന്ത്യ ഗവൺമെന്റുമായുള്ള ചർച്ചയിലൂടെ പരിഹരിച്ചെടുക്കണം. ഒരുപക്ഷെ സംസ്ഥാന പദവിയാകാം, സ്പെഷ്യൽ ഓട്ടോണമസ് കൗൺസിൽ, ഹിൽ സ്റ്റേറ്റ് കൗൺസിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മാതൃകയിലുള്ള ആസാമിലും മേഘലയിലും മിസോറാമിലും ഒക്കെയുള്ള
ട്രൈബൽ പോപ്പുലേഷന് ഉള്ള പ്രത്യേക അവകാശം പോലെ ലഡാക്കിലെ ബുദ്ധിസ്റ്റ് ട്രൈബൽ ജനവിഭാഗത്തിനും പ്രത്യേക അവകാശങ്ങൾ ഉണ്ടാകണം. ഇത് ആഗ്രഹിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ അതിന് ഉപയോഗിക്കുന്ന മാർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശവിരുദ്ധതയോ ആ പ്രദേശം തന്നെ ആളിക്കത്തിക്കുന്ന രീതിയിലോ ഉള്ള മാർഗങ്ങൾ അതും നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം, ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്ന ഒരു മേഖല, അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്ക് 1% റിസ്ക് പോലും എടുക്കാൻ പറ്റാത്തൊരു മേഖലയിൽ ഏത് വിധേനയും ഇത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാനല്ലേ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയുള്ളൂ? യഥാർത്ഥത്തിൽ ബലപ്രയോഗം ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ഒരു വിഷയം തീരെ ചെറിയ ഒരു പ്രക്ഷോഭം മാത്രമായിരുന്നു. ഇൻ ടേംസ് ഓഫ് ഇന്റൻസിറ്റി, ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ചെറിയൊരു പ്രക്ഷോഭം മാത്രമാണ്. നേപ്പാളിൽ നടന്നതുപോലെ വൻപൻ കലാപമായിരുന്നില്ല, ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ വൻ പ്രക്ഷോഭമായിരുന്നില്ല എന്നുകൂടി ഓർക്കണം. ആകപ്പാടെ 3 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള 2 ജില്ലകൾ, കാർഗിൽ ജില്ലയും ലേ ജില്ലയും മാത്രമുള്ള, കേവലം ഒരു പാർലമെന്റ് അംഗം മാത്രമുള്ള, കേവലം 4 നിയമസഭാംഗങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശത്ത്, പക്ഷെ കേരളത്തിനേക്കാൾ വലിപ്പമുള്ള ഒരു പ്രദേശം, അത് മിക്കവാറും മൂഷയുടെ ഭൂമിയാണ്. ആ പ്രദേശത്തിന്റെ പ്രാധാന്യം അത്രമേ ഉള്ളൂ. അവിടെ നടക്കുന്നൊരു പ്രക്ഷോഭത്തിന് സാധാരണഗതിയിൽ ലഭിക്കേണ്ടതിനേക്കാൾ വൻപൻ പ്രാധാന്യം ലോക മാധ്യമങ്ങളിൽ ലഭിച്ചു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം സമീപ ഭൂതകാലത്ത് ശ്രീലങ്കയിലും നേപ്പാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും നടന്ന ജനകീയ പ്രക്ഷോഭം, ഗവൺമെന്റിനെതിരെ, ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ, നിലപാടുകൾക്കെതിരെ, ഭരണകൂടങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടത്തിന് സമാനമായ പോരാട്ടം ഇതാ ഇന്ത്യയിലും സംഭവിക്കുന്നു എന്ന രീതിയിൽ ഊതിപ്പെരുപ്പിച്ച വാർത്തകളാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇന്ത്യക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ആണ്. പ്രത്യേകിച്ച് ട്രംപുമായുള്ള വ്യാപാര പോരാട്ടം, അതുപോലെ ജെൻസി, മറ്റ് പലയിടങ്ങളിൽ വരുന്ന ജെൻസി പ്രക്ഷോഭം, ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഏത് ചെറിയ പ്രക്ഷോഭത്തെയും വലിയ രീതിയിലുള്ള ഒരു ആളിക്കത്തിക്കലായി ലോകം ചിത്രീകരിക്കും. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് ഈ ജെൻസി, പുതിയ സോഷ്യൽ മീഡിയ ഇൻസ്പയർഡ് യൂത്ത്, അസംതൃപ്തരായ വിഭാഗങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അവിടേക്ക് കലാപം പടർന്നു പിടിക്കുന്നത് മറ്റ് ചിലരുടെ താല്പര്യമാണ്. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെയോ ജനങ്ങളുടെയോ താല്പര്യമല്ല, നമ്മുടെ ഭരണകൂട താല്പര്യങ്ങളല്ല, മറിച്ച് മറ്റ് ചില ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ താല്പര്യമാണ്. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കേണ്ടതിന് ഈ പ്രക്ഷോഭത്തെ മുളകെ നുള്ളിക്കളയേണ്ട ആവശ്യകതയുണ്ട്. അതിന് ന്യായമായ ബലപ്രയോഗവും നിയമം അനുശാസിക്കുന്ന മാർഗത്തിലുള്ള അറസ്റ്റുകളും വിചാരണയും എല്ലാം അടക്കേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിൽ എന്താണ് കാരണം? യഥാർത്ഥത്തിൽ ആരാണ് ഇതിന് പിന്നിൽ? സോനം വാങ്ചുക് ഒരുപക്ഷെ കേവലം ഒരു മുഖം മാത്രമായിരിക്കാം. ഇതിന് പിന്നിൽ ഡീപ്പർ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ അറസ്റ്റിനെ ഇതൊരു ആഗോളവൽക്കരണം സംഭവിച്ചതിന് ശേഷം ലോകമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഒരു വില്ലേജ് ആയിട്ടാണല്ലോ നമ്മൾ അതിനെ കാണാറുള്ളത്. അപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ യുവാക്കൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തുമ്പോഴൊക്കെ ഇത് പരസ്പരം എങ്ങനെയാണ് കണക്റ്റഡ് ആയത് എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇതൊക്കെ അറിയുന്ന യുവാക്കൾ തന്നെയാണല്ലോ ലഡാക്കിലും ലേയിലും ഒക്കെ ഉള്ളത്. അവരുടെ ഭാഗത്തു നിന്നും ഈ പറയുന്നത് പോലെ ഒരു പ്രകോപനപരമായ പ്രസംഗമൊന്നും